കാൾ റോജേഴ്സും വിക്ടർ ഫ്രാങ്കിളും ഒക്കെ തന്നെ അവരുടെ ആശയങ്ങൾ രൂപീകരിച്ചുകൊണ്ട് ഇന്ന് കാണുന്ന ക്ലൈന്റ് സെന്റേർഡ് തെറാപ്പി എന്ന് പറയുന്ന സൈക്കോളജിയുടെ മോഡേൺ ആപ്ലിക്കേഷനിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ സ്വാധീനത്തിന്റെ ഒരു ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ എറിക് ഫ്രോം സെൻ ബുദ്ധിസത്തെ കുറച്ചുകൂടി സാമൂഹ്യമായ കാഴ്ചപ്പാടിൽ കാണുകയും യഥാർത്ഥത്തിൽ മാക്സിന്റെ അലൈനേഷൻ പോലുള്ള തിയറികൾ, അന്യവൽക്കരണം എന്തുകൊണ്ടാണ് തൊഴിലാളി തൊഴിൽ ആധുനിക തൊഴിൽശാലകളിൽ അന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ട് പോകുന്ന ആ അന്യവൽക്കരണം എന്ന് പറയുന്ന ആശയത്തെ സെൻ ബുദ്ധിസത്തിന്റെ പിന്നെ എന്താണ് നോൺ സെൽഫ് എന്ന് പറയുന്ന ആശയവുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം അതിനെ വ്യാപിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡാനിയൽ ഗോൾഡ്മാൻ മെഡിറ്റേഷനെ വളരെ എംപിരിക്കലായിട്ട് സമീപിച്ച ആളാണ് ഡാനിയൽ ഗോൾഡ്മാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഈ ഹ്യൂമനിസ്റ്റ് സൈക്കോളജിസ്റ്റുകളുടെ സ്വാധീനം എക്സിസ്റ്റൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. പിന്നീട് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞിട്ട് മോഡേൺ സൈക്കോളജിയിൽ മൈൻഡ്ഫുൾനെസ് കടന്നു വന്ന വഴികൾ നമുക്കറിയാം. ജോൺ കബാർഡ് സിന്നാണ് ആധുനിക മൈൻഡ്ഫുൾനെസിന്റെ പിതാവ് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചത് വിയറ്റ്നാം മോങ്കായിരുന്ന ടിക് നാട്ട് ഹാൻ എന്ന് പറയുന്ന ഒരു വിയറ്റ്നാം ബുദ്ധ സന്യാസിയാണ് യൂറോപ്പിലെ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന സെൻ ബുദ്ധിസ്റ്റ് ആശയത്തെ വികസിപ്പിച്ച് യൂറോപ്യൻസിന് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിച്ചത്. അദ്ദേഹം വിയറ്റ്നാം യുദ്ധകാലത്ത് അമേരിക്ക പക്ഷം ചേർന്ന സൗത്ത് വിയറ്റ്നാമിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം ആ സമയത്ത് അവരുടെ നോട്ടപ്പുള്ളിയായി മാറിയ അദ്ദേഹം അമേരിക്കയിലേക്ക് തന്നെ പോവുകയും അവിടെയാകെ യുദ്ധത്തിനെതിരായിട്ട് ആശയപ്രചരണം നടത്തുകയും മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലുള്ളവര് അദ്ദേഹത്തിന് നോബൽ സമ്മാനത്തിന് വേണ്ടി നാമനിർദ്ദേശം ചെയ്യുകയൊക്കെ ചെയ്ത ഒരു വലിയ ബുദ്ധിസ്റ്റ് യോഗിയാണ് ടിക് നാട്ട് ഹാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആശയങ്ങളിലുണ്ടായിരുന്ന ഒരു മതപരമായ അംശങ്ങളെ എടുത്തു മാറ്റിക്കൊണ്ടാണ് മോളിക്കുലാർ ബയോളജിസ്റ്റ് ആയിരുന്ന ജോൺ കബാർഡ് വളരെ എംപിരിക്കലായിട്ട് മോഡേൺ മൈൻഡ്ഫുൾനെസ് ഉണ്ടാക്കുകയും അതേസമയം അദ്ദേഹം സെൻ ബുദ്ധിസത്തിന്റെ റൂട്ടിനെ കുറിച്ച് വളരെ എടുത്തു പറയുകയും അതിൽ വളരെയധികം തന്നെ ബഹുമാനത്തോടു കൂടിയാണ് അദ്ദേഹം ഈ ജോൺ കബാർഡ് സെൻ ബുദ്ധിസത്തെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കഥകളെ പരിശോധിച്ചത്. ഞാൻ ഇത് പറയാനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തിനാണ് ഈ സെൻ ബുദ്ധിസ്റ്റ് കഥകൾ പരിശോധിക്കുന്നത്? നമ്മളിപ്പോ തികച്ച് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ജോൺ കബാർഡ് മൈൻഡ്ഫുൾനെസ്സുമായിട്ടാണ് ഈ ആധുനിക ലോകത്തിന് ബന്ധം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും നമ്മൾ പലപ്പോഴും ഈ മൈൻഡ്ഫുൾനെസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ കെട്ടുപാടുകൾ നിറഞ്ഞ ജീവിതത്തിൽ നമ്മുടെ സ്വാർത്ഥതയ്ക്കും ഒക്കെ തന്നെ എങ്ങനെ മിഴിവ് നൽകാം എന്ന അർത്ഥത്തിൽ പോലും ചിലപ്പോഴൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ ദൈവസങ്കല്പം എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ കള്ളക്കടത്ത് ലോറി പിടിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാനും നമ്മളെ പീഡന കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനും വേണ്ടിയൊക്കെ നമ്മൾ ആശ്രയിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവവും ആ ദൈവത്തെ കുറിച്ച് പറഞ്ഞിരുന്ന പഴയ പ്രവാചകന്മാർ ഉദ്ദേശിച്ചിരുന്ന ദൈവവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയം വരും. അതുപോലെ തന്നെ നമ്മളുടെ ദാനം എന്ന് പറയുന്നത്, നമ്മൾ ഭയങ്കര ചാരിറ്റി ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ ചാരിറ്റി എന്ന് പറയുന്നത് എങ്ങനെ? ഇപ്പോ ഈ ഈശോവാസ് നചികേതസിന്റെ കഥയുണ്ട് ഉപനിഷത്തില്. നചികേതസ് സംശയാലുവാണ്. ഈ ഉണ്ട് എന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പിതാവിനോട് എപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഈ ദാനങ്ങളൊക്കെ ചെയ്ത് സ്വർഗത്തിലെത്താമെന്ന് കരുതുന്ന പിതാവിനോട് നചികേതസ് ചോദിക്കുന്നുണ്ട്, അച്ഛാ, ഈ ഓട്ട വീണ പാത്രങ്ങളെയും കറവ് പറ്റിപ്പോയ പശുക്കളെയും ദാനം ചെയ്ത് ഏത് സ്വർഗമാണ് അങ്ങ് നേടാൻ ശ്രമിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഈ ഓട്ട വീണ പാത്രങ്ങളും കറവ് പറ്റിപ്പോയ പശുക്കളെയും ദാനം ചെയ്തുകൊണ്ട് ചാരിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആധുനിക ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരെന്ന നിലയിൽ
നമ്മൾ പലപ്പോഴും നമ്മളുടെ ദൈവസങ്കല്പം എന്ന് പറയുന്നത് ഈ നമ്മളെ മുമ്പേ പറഞ്ഞതുപോലെ നമ്മളെ കള്ളക്കടത്ത് ലോറി പിടിപ്പിക്കാതിരിക്കാനും നമ്മളെ പീഡന കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനും സഹായിക്കുന്ന ഒരു ദൈവം എന്ന അർത്ഥത്തിൽ. ഇതേ അർത്ഥത്തിൽ നമ്മൾ മൈൻഡ്ഫുൾനെസ്സിനെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു ആശയ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിതത്തിന്റെ ആനന്ദം മൈൻഡ്ഫുൾനെസ്സിൽ കണ്ടെത്തിയ ഒരു വലിയ പരമ്പരയോട് ചെയ്യുന്ന ഒരു തെറ്റായിട്ട് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോ ഞാൻ ആ ഒരു കാര്യമാണ് ഷെയർ ചെയ്യുന്നത്. കാരണം വെച്ചാൽ മൈൻഡ്ഫുൾനെസ് എന്ന് വെച്ചാൽ നമുക്ക് സിമ്പിൾ ആണ്, പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇതുവരെ നമ്മൾ നോക്കിയിട്ടുള്ള തെറാപ്പി ടെക്നിക്കുകളിൽ ഏറ്റവും എളുപ്പമുള്ള ഒന്നാണ് മൈൻഡ്ഫുൾനെസ്. പക്ഷേ പഠിച്ചു എന്ന് നമുക്ക് എല്ലാം തോന്നുകയും നമ്മളെല്ലാം ചെയ്യുകയും നമുക്ക് കുറെ സുഖങ്ങൾ അതിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ് മൈൻഡ്ഫുൾനെസ് എന്ന് ചോദിച്ചാൽ അത് വർത്തമാനത്തിൽ ജീവിക്കാൻ, വർത്തമാനത്തിനെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടും നമ്മളുടെ വികാരങ്ങൾ കൊണ്ടും നമ്മളുടെ കാഴ്ചകൾ കൊണ്ടും നമ്മളുടെ ചിന്തകൾ കൊണ്ടും വർത്തമാനത്തിൽ നിലനിൽക്കാൻ കഴിയുന്ന പിന്നെ ആ ശ്രദ്ധാപൂർണതയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അത് എത്രമാത്രം നമുക്ക് സാധ്യമാകുന്നു, നമ്മളുടെ പലതരം സ്വാർത്ഥതകൾ, നമ്മുടെ പലതരം സങ്കുചിതമായ മോഹങ്ങളെ ഒക്കെ തന്നെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ജീവിതത്തിന്റെ ആനന്ദം, അപരന് സൗഖ്യം നൽകുന്ന സെൻ ബുദ്ധിസം എപ്പോഴും സമൂഹത്തിന് സൗഖ്യം നൽകുന്ന ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. അല്ല അവനവന്റെ ആത്മജ്ഞാനത്തെ കുറിച്ചല്ല ഒരിക്കലും സെൻ ബുദ്ധിസവും മൈൻഡ്ഫുൾനെസ്സും ചർച്ച ചെയ്തിട്ടുള്ളത്. മറ്റുള്ളവർക്ക് ഉപകാരമാവുക. അവിടെ അത് നമുക്ക് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ആധുനിക ഇന്ത്യയിൽ അല്ലെങ്കിൽ മധ്യകാലം കഴിഞ്ഞിട്ടുള്ള ഇന്ത്യയിൽ ഒരു 5-ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള സ്ഥലത്ത് നമുക്കത് കാണാൻ കഴിയുന്നത് തെക്കേ ഇന്ത്യൻ യോഗിമാരിലാണ്. പിന്നെ വൈകുണ്ഠ സ്വാമികളിലും ശ്രീനാരായണ ഗുരുവിലും ഒക്കെയാണ് നമുക്ക് അവനവൻ ആത്മസുഖത്തിന് അവരുടെ സുഖത്തിന് വേണ്ടി ആചരിക്കുന്നതാണ് ആത്മാനന്ദം എന്ന അർത്ഥത്തിൽ പറയാൻ കഴിയുന്ന യോഗ്യമാരെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതിനു മുമ്പൊക്കെ ഇപ്പൊ നമുക്കറിയാം ശ്രീശങ്കരന്റെ മായാവാദവും ഒക്കെ തന്നെ യഥാർത്ഥത്തിൽ അങ്ങൊന്നുമില്ല, ശൂന്യതയെ കുറിച്ചാണ് പറയുന്നത്. ശൂന്യതയെ നോക്കിയിട്ട് അതിൽ ആത്മസാക്ഷാത്കാരം നേടുന്ന യോഗി പരമ്പരകളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ സെൻ ബുദ്ധിസം എപ്പോഴും അപരന് വേണ്ടി ജീവിതം, ലോകത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വയ്ക്കുന്നതിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ എന്താണ് ആത്മാവ് എന്ന് പറയുന്ന ഒന്നില്ല, നോൺ സെൽഫ് എന്നാണ് അവർ പറയുന്നത്. അനാത്മം എന്നാണ്. ആത്മാവിന് നേരെ വിപരീതമായ ഒരു കൺസെപ്റ്റിലാണ് അവർ വിശ്വസിക്കുന്നത്. അനാത്മം, ഒന്നും ശാശ്വതമല്ല. ഈ ലോകത്ത് എന്താണ് സനാതനം എന്ന് പറയാൻ കഴിയുന്ന, പെർമനന്റ് എന്ന് പറയാൻ കഴിയുന്ന ഒന്നുമില്ല. എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. ലോകത്ത് മാറാത്തതായിട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ, എല്ലാം മാറുന്നു എന്നുള്ള ആ തത്വം മാത്രമാണ് മാറാത്തത്. ബുദ്ധൻ പോലും മാറുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ സർവ്വതും മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് പിന്നെ പിന്നെ നമ്മുടെ മനസ്സിന്റെ ചിന്തകൾ, നമ്മൾ ജനിച്ചപ്പോൾ വരാത്തതായ നമ്മളുടെ ചിന്തകളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് പുറത്തിറങ്ങിക്കൊണ്ട് നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ജീവിതധാര എന്ന അർത്ഥത്തിലാണ് മൈൻഡ്ഫുൾനെസ് ധ്യാന ബുദ്ധിമുഖത്തിൽ വളർന്നിട്ടുള്ളത് എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ ഓർക്കുന്നത്, എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോ ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തില് ആണ് നമ്മൾ പിന്നെ മൈൻഡ്ഫുൾനെസ് നെ കുറിച്ച് സംസാരിച്ചത്. അപ്പോ ഇതിനകത്ത് ഒരു ഒരു കഥയുണ്ട്. ഒരിക്കൽ നബുഷിഗെ എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരൻ ഈ ഹാക്വിൻ എന്ന് പറയുന്ന ഗുരുവിനെ, ഹാക്വിൻ വളരെ പ്രശസ്തനായ ധ്യാന ഗുരുവാണ്. ധ്യാന പരമ്പരയിൽ ഒരുപാട് ഗുരുക്കന്മാരുണ്ട്, പ്രസിദ്ധരായ ഗുരുക്കന്മാരുണ്ട്. അദ്ദേഹത്തെ കാണാൻ ചെന്നിട്ട് പറഞ്ഞു, ഗുരു, ഈ യഥാർത്ഥത്തിൽ ഈ സ്വർഗവും നരകവും ഉണ്ടോ? ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. എന്താണ്, സ്വർഗവും നരകവും ഉണ്ടോ എന്നാണ് ഹാക്വിനോട് ചോദിച്ചത്. അദ്ദേഹം ചോദിച്ചു, നീ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോ ആ ചോദ്യം ഈ പട്ടാളക്കാരന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം പട്ടാളത്തിൽ വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹം വളരെ ധാർഷ്ട്യത്തോട് പറഞ്ഞു, ഞാൻ ഒരു പട്ടാളക്കാരനാണ്. ഹാക്വിൻ പറഞ്ഞു, നീ പട്ടാളക്കാരനാണോ? നിന്നെ പട്ടാളത്തിലെടുത്ത രാജാവ് ആരാണ്? നിന്റെ മുഖം കണ്ടിട്ട് ഒരു തെണ്ടിയെ പോലുണ്ടല്ലോ എന്ന് ചോദിക്കുന്നു. ഇതോടുകൂടി പട്ടാളക്കാരൻ ആകെ കോപിഷ്ഠനാവുകയാണ്. അയാള് വാളുറയിൽ നിന്ന് പുറത്തെടുക്കുന്നു. അപ്പൊ ഇത് കണ്ടിട്ട് ഹക്വീൻ ചിരിച്ചു, ധ്യാനഗുരു ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഓഹോ, നിന്റെ കയ്യിൽ വാളുമുണ്ടല്ലോ, ഇത് പുല്ലരിയാൻ ഉപയോഗിക്കുന്ന സാധനമാണോ എന്ന് ചോദിച്ചു.
ഇത് പട്ടാളക്കാരന് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത കാര്യമാണ്. തന്റെ ആയുധത്തെ കളിയാക്കുന്നതിനേക്കാൾ പട്ടാളക്കാർക്ക് വേറെ ഒന്നും വലുതായിട്ടൊന്നുമില്ല. അപ്പോ പുള്ളി ഉടനെ തന്നെ വാളെടുത്ത് ധ്യാനഗുരുവിന്റെ നേർക്ക് ഓങ്ങുകയാണ് വെട്ടാനായിട്ട്. അപ്പോ വളരെ മൗന മന്ദഹാസത്തോടു കൂടി ഗുരു പറയുന്നു, ഇതാ നീ നരകത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നു. ഈ ഈ വളരെ നിസ്സംഗതയോടുകൂടി ഈ മൗന മന്ദഹാസത്തോടു കൂടി ഓങ്ങി വരുന്ന വാളിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ കഴിയുന്ന ഈ ഗുരുവിന്റെ ദൃഢപ്രജ്ഞത്വം അനുഭവിച്ചറിഞ്ഞിട്ട് ഒരു നിമിഷം അറച്ചുപോയ പട്ടാളക്കാരൻ ആ വാള് തിരിച്ച് ഉറയിലേക്ക് തന്നെ ഇടുകയാണ്. ആ സമയത്ത് ഗുരു പറയുന്നു, ഇതാ നീ ഇപ്പോൾ സ്വർഗത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നു എന്നാണ്. അപ്പൊ ഈ സ്വർഗവും നരകവും എന്താണ് എന്ന് ചോദിച്ച പട്ടാളക്കാരന് ഇതിനപ്പുറം മനസ്സിലാക്കാനൊന്നുമില്ല. പുള്ളി തന്നെ നരകത്തിന്റെ വഴിയും പുള്ളി തന്നെ സ്വർഗത്തിന്റെ വാതിലും തുറന്നു എന്നർത്ഥം വരുന്ന ഈ ഒരു കഥ സെൻ ബുദ്ധിസ്റ്റ് കഥകളിലെ വളരെ പ്രശസ്തമായ ഒന്നാണ്. യഥാർത്ഥത്തിൽ ഒരു കഥ വായിച്ചതിന് ശേഷം നമ്മള് ചിന്തകളില്ലാത്തൊരു തരത്തിൽ ആ കഥയുടെ ചിന്തകളില്ലാത്ത എന്ന് വെച്ചാൽ നമ്മൾ ഒന്നും ചിന്തിക്കാതിരിക്കുകയല്ല. ഇപ്പോ നമ്മൾ കേട്ട കഥ മുഴുകുക, അതാണ് പ്രസന്റ് മുഴുകുക എന്ന് പറയുമ്പോൾ. ആ കഥയിലെ ഗുരുവിനെയും പട്ടാളക്കാരനെയും വിഷ്വലൈസ് ചെയ്യാൻ കഴിയുക, അവരുടെ ചലനങ്ങൾ, അവരുടെ സംഭാഷണങ്ങൾ, ആ സമയത്ത് നമ്മളിലേക്ക് മറ്റൊരു ഭാരവും കടന്നു വരാതിരിക്കുക. ഇങ്ങനെയുള്ള ഒരു പ്രാക്ടീസാണ് പലപ്പോഴും ഈ സെൻ ബുദ്ധിസ്റ്റ് ഈ കഥകൾ കൊണ്ട് സെൻ ബുദ്ധിസം ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ ഓൺലൈനിൽ അതിന്റെ ഒരുപാട് പരിമിതികൾ ഉള്ളത് കൊണ്ട് ഞാൻ അതിന്റെ ഈ കോപവുമായി ബന്ധപ്പെട്ട വേറൊരു കഥ പറയാം. വേറൊരു ധ്യാനഗുരു ഉണ്ട്, ബാങ്കി എന്നാണ് അദ്ദേഹത്തിന്റെ. ഹലോ 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 ആരെങ്കിലും സംസാരിച്ചായിരുന്നോ? ഹലോ ഇല്ല സർ, ആരോ അറിയാതെ ചെയ്തതാ. ശരി ഓക്കെ. ബാങ്കി എന്ന് പറയുന്ന മറ്റൊരു ധ്യാനഗുരു ഉണ്ട്, വളരെ പ്രശസ്തനാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നിട്ട് ഒരിക്കലും ശിഷ്യൻ പറഞ്ഞു, ഗുരു എനിക്ക് വളരെ അടക്കാനാവാത്ത കോപം വരാറുണ്ട്, ഞാൻ എന്ത് ചെയ്യും, ഈ കോപത്തിനെ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോ ഗുരു പറഞ്ഞു, അത്ഭുതം തന്നെ, എവിടെ നിന്റെ കോപം എന്ന് ചോദിച്ചു. അത് ഞാനൊന്ന് കാണട്ടെ, എവിടെയാണ് നിന്റെ കോപം എന്ന് ചോദിച്ചു. അപ്പൊ ശിഷ്യൻ പറഞ്ഞു, ആ കോപം അങ്ങനെ ഇഷ്ടം പോലെ വരുത്തൊന്നുമില്ല, ഞാൻ പോലും വിചാരിച്ചായിരിക്കാനാണ് എനിക്ക് കോപം വരുന്നത് എന്ന് ശിഷ്യൻ പറഞ്ഞു. അപ്പോ ഗുരു പറഞ്ഞു, നീ പോലും വിചാരിക്കാതാണ് കോപം വരുന്നതെങ്കിൽ അതൊരിക്കലും നിന്റേതായിരിക്കത്തില്ല. നിന്റേതായിരുന്നെങ്കിൽ അത് നിനക്ക് വിധേയമായിരിക്കുമായിരുന്നു. അതായത് നിശ്ചയമായിട്ടും നീ ജനിച്ചപ്പോൾ ഈ കോപവും കൊണ്ടല്ല വന്നത്. അപ്പോ കോപം ഒരിക്കലും നിന്റേതല്ല എന്ന് ഗാഢമായി ചിന്തിക്കുകയും ഓർക്കുകയും ചെയ്യുക, എങ്കിൽ ആ കോപം നിന്നെ വിട്ടുപോകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോപത്തെക്കുറിച്ചുള്ള വളരെ മനോഹരമായ ഒരു നിർവചനമായിട്ടാണ് നമുക്ക് അത് തോന്നുന്നത്. പലരും ഈ കോപത്തെക്കുറിച്ച് പറയാറുണ്ട്, എനിക്ക് കോപമുണ്ടെന്ന്. എൻ്റെ കോപമല്ലത്, എന്നിൽ കടന്നുകൂടിയ കോപമാണെന്നും അതിനെ എന്നിൽ നിന്നും പുറത്ത് നിർത്തുമ്പോൾ നമുക്ക് കോപത്തിൽ നിന്ന് മുക്തനാകാൻ കഴിയുമെന്നാണ് അദ്ദേഹം ഈ കഥയിലൂടെ അർത്ഥമാക്കുന്നത്. ഈ സെൻ ബുദ്ധിസത്തിലെ ബോധോദയം എന്ന് പറയുന്ന, എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഭയങ്കര നിഷ്ഠയോടുകൂടി ശരീരത്തെയും മനസ്സിനെയും പീഡിപ്പിച്ച് നേടിയെടുക്കുന്ന ഒരു മോക്ഷമൊന്നും അല്ല. അതെന്ന് പറയുന്നത് വളരെ സഡൻ ആയിട്ട്, വളരെ ചെറിയ നിമിഷത്തിൽ. മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കോയിൻസിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. ഒരു ഇറച്ചി വെട്ടുന്ന കടയുടെ അടുത്തുകൂടി ഒരു ധ്യാനഗുരു നടന്നു പോവുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഇറച്ചി വെട്ടുകാരനും കസ്റ്റമറും തമ്മിലുള്ള സംഭാഷണം നടക്കുന്നു. ഇറച്ചി വെട്ടുകാരൻ്റെ അടുത്ത് കസ്റ്റമർ പറയുന്നു, എനിക്ക് ഇവിടുത്തെ ഏറ്റവും നല്ല ഈ മൃഗത്തിന്റെ ഏറ്റവും നല്ല ഭാഗത്തെ മാംസം വേണമെന്ന് പറയുന്നു. അപ്പോൾ ഇറച്ചി വെട്ടുകാരൻ പറയുന്നു, ഈ കടയിലുള്ള എല്ലാം നല്ലതാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ചീത്തയായിട്ടൊന്നുമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോഴാണ്, ആ ഒരു നിമിഷത്തിലാണ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടാവുകയും ധ്യാന ഗുരുവായി മാറുകയും ചെയ്തതെന്നാണ് കഥ. അതായത് ചീത്തയെന്നോ നല്ലതെന്നോ ഒന്നില്ല, എല്ലാം നല്ലതാണ്.
എന്ന ഒരു ആശയത്തെ അദ്ദേഹത്തിന് മനസ്സിലാക്കിയെടുക്കാൻ ഈ ഒരു സംഭാഷണം വേണ്ടി വന്നു. ഈ ഒരു സംഭാഷണം കൊണ്ട് മാത്രം, മറ്റൊരാൾ നടത്തിയ, രണ്ടുപേർ നടത്തിയ സംഭാഷണം കൊണ്ട് മാത്രം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഈ സഡൻ എൻലൈറ്റ്മെന്റ് ആണ് ഈ പിന്നെ സെൻ ബുദ്ധിസത്തിന്റെ രീതി. അതുകൊണ്ടാണ് അത് മിക്കപ്പോഴും ഇത്തരം കോവൻസും ഇത്തരത്തിലുള്ള ധ്യാന കഥകളിലൂടെയും ഒക്കെ തന്നെ പലപ്പോഴും നമ്മളോട് സംസാരിക്കുന്നതും. ഇത് ഇപ്പോ ഞാനിത് പറഞ്ഞിട്ട് ഇതിന്റെ അർത്ഥം പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാനിത് വായിച്ചിട്ട് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ബോധോദയം ഉണ്ടായെന്നല്ല. ഇങ്ങനെ നമ്മുടെ ഈ പ്രജ്ഞയിൽ നിന്നുകൊണ്ട്, നമ്മളുടെ യുക്തിബോധത്തിൽ നിന്നുകൊണ്ട്, നമ്മളുടെ ഈ കാര്യവിവരണ ശേഷിയിൽ നിന്നുകൊണ്ട് നേടിയെടുക്കുന്ന ഈ അറിവല്ല ബോധോദയം എന്ന് പറയുന്നത്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നതായ ഒരു സത്യമുണ്ട്. ആ സത്യത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ആ സത്യമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആനന്ദം തരുന്നതായ പിന്നെ പരമപ്രധാനമായ ഒന്നെന്ന് പറയുന്നത്. അത് നമുക്കൊരിക്കലും പിന്നെ പറഞ്ഞു കൊടുക്കാനോ വായിച്ച് മനസ്സിലാക്കാനോ ഒന്നും കഴിയുന്നതല്ല. അത് അനുഭവിച്ചറിയേണ്ട ഒന്നാണ്. ആ അനുഭവത്തിന്റെ ആ പരമമായ ആനന്ദ അവസ്ഥയാണ് ബോധോദയം എന്നുള്ളതുകൊണ്ട് ധ്യാന ഗുരുക്കന്മാർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പിന്നെ അവിടെ അവരെ പിന്നെ ഗാഠമായി പുണർന്നിരിക്കുന്ന ഒരു വികാരം എന്ന് പറയുന്ന നിസ്സംഗത്വമാണ്. ഈ നിസ്സംഗത്വം എന്ന് പറയുമ്പോൾ പിന്നെ ആ നിസ്സംഗത്വത്തിന് ഒരു ഉദാഹരണം പറയാം. നിസ്സംഗത്വത്തെ ഞാൻ നിർവചിക്കുന്നതിനേക്കാളും നല്ലത് ഒരു കഥയിലൂടെ പറയുന്നതാണ്. അത് കിറ്റാനോ എന്ന് പറയുന്ന പിന്നെ ഒരു ധ്യാന ഗുരു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ യൗവന കാലത്തെ കുറിച്ചുള്ളതാണ് ഈ കഥ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഏകദേശം 20 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു അവധൂതനായിട്ട് ഈ മൊത്തവും ചുറ്റുകയായിരുന്നു. അപ്പോ ഒരു ദിവസം പിന്നെ അദ്ദേഹം വിശന്ന്, ഈ സഞ്ചാരത്തിനിടയിൽ വിശന്ന് തളർന്ന് പിന്നെ ഒരു ആൽമരച്ചോട്ടിൽ ഇരിക്കുമ്പോഴത്തേക്ക് അതുവഴി ഒരു കച്ചവടക്കാരൻ വന്നു. ഇങ്ങനെ തളർന്നിരിക്കുന്ന ഈ കിറ്റാനോയ്ക്ക് അയാൾ പിന്നെ ഈ നമ്മുടെ ഹുക്ക ഉണ്ടല്ലോ, ഹുക്ക വലിക്കാൻ കൊടുക്കുക. അപ്പൊ അത് വലിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത ഒരു ഉണർവും ഒരു വല്ലാത്ത ഒരു രസമൊക്കെ അനുഭവപ്പെട്ടു. അപ്പോ ഈ കച്ചവടക്കാരൻ പോയപ്പോഴത്തേക്ക് ആ ഹുക്കയുടെ പൈപ്പും കുറെ പുകയിലയും കിറ്റോയ്ക്ക് കൊടുത്തിട്ടാണ് പോയത്. കിറ്റോ ഇത് കയ്യിൽ വെച്ചുകൊണ്ട് ആലോചിക്കുകയാണ്, ഇത് കൊള്ളാം, വളരെ നന്നായിരിക്കുന്നു ഈ ഹുക്ക. ഇത് എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും സുഖവും ഒക്കെ തരുന്നുണ്ട്. ഞാൻ ഇത് പരിചയപ്പെടുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇത് കിട്ടാതെ വന്നാൽ ജീവിതത്തിൽ എനിക്ക് അളവറ്റ ദുഃഖം ഉണ്ടാവും. അപ്പോ ആ ദുഃഖം എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടത് എന്താണ്? ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ കയ്യിലിരുന്ന ഹുക്കയും പുകയിലയും ദൂരേക്ക് വലിച്ചെറിയുക. എന്നിട്ട് അദ്ദേഹം നടന്നു പോകുന്നു. ഇദ്ദേഹം തന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ പിന്നെ മഞ്ഞുകാലമായപ്പോൾ അദ്ദേഹത്തിന്റെ ഗുരുവിന് കത്തെഴുതി, ഇവിടെ മഞ്ഞാണ്, എനിക്ക് പുതയ്ക്കാൻ ഒരു പുതപ്പ് വേണമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഗുരുവിന് കത്തെഴുതുന്നു. കുറെ നാൾ കഴിഞ്ഞിട്ടും പുതപ്പ് വരാതിരുന്നപ്പോഴത്തേക്ക് അദ്ദേഹം ധ്യാനത്തിലൂടെ അദ്ദേഹം മനസ്സിലാക്കുന്നു ഗുരുവിന് കത്ത് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് അദ്ദേഹം പുതപ്പ് കൊടുത്തയക്കാതിരുന്നത്. അപ്പോഴത്തേക്ക് ഇദ്ദേഹം ആലോചിക്കുകയാണ്, അത് കൊള്ളാലോ, ഞാൻ ഇങ്ങനെ ധ്യാനത്തിൽ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ഗുരുവിന് കത്ത് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് പിന്നെ പുതപ്പ് കൊടുത്തയക്കാതിരുന്നത്. അപ്പോ ഇതൊരു സിദ്ധിയാണ്. ഈ സിദ്ധിയിൽ ഞാൻ മുഴുകുകയാണെങ്കിൽ എനിക്ക് പിന്നെ അതിന്റെ പിന്നാലെ ആയിരിക്കും, ആ സിദ്ധിക്ക് പിന്നാലെ ഞാൻ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ആ സിദ്ധി ഇവിടെ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ധ്യാനത്തിലൂടെ കാര്യങ്ങളെ, ഈ ഭാവിയെയും ഭൂതത്തെയും മനസ്സിലാക്കാൻ കഴിയുന്ന സിദ്ധി അദ്ദേഹം അവിടെ വെച്ച് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോ അതേപോലെ തന്നെ അദ്ദേഹം ജപ്പാനിൽ നിന്ന് ചൈനയിൽ എത്തിയതിനു ശേഷം ചൈനീസ് ഭാഷ പഠിക്കുക. ചൈനീസ് ഭാഷ പഠിച്ചിട്ട് വളരെ മനോഹരമായ കവിതകൾ അദ്ദേഹം ചൈനീസ് ഭാഷയിൽ എഴുതുന്നുണ്ട്. അപ്പോ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഗുരു കവിത വായിച്ചിട്ട് അദ്ദേഹത്തെ വളരെ പ്രശംസിച്ചു. വളരെ മനോഹരമായി നീ കവിത എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അന്നത്തോടു കൂടി കിറ്റാനോ കവിത എഴുത്ത് നിർത്തുകയാണ്. ഇതിനെയാണ് ഈ
ഗുരുക്കന്മാർ നിസ്സംഗത്വം എന്ന് വിളിക്കുന്നത്. നമ്മൾക്ക് എന്തിനോടാണോ അഭിനിവേശം തോന്നുന്നത്, ആ അഭിനിവേശം നൽകുന്നതിനെ ഉപേക്ഷിച്ചുകൊണ്ടാണ് പിന്നെ ഈ ഗുരുപരമ്പരയിലുള്ളവർ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത് എന്നാണ് ആ കഥ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഇങ്ങനെ നിരവധി 101ഓളം കഥകൾ സെന്റ് ഫ്ലഷസ് ആൻഡ് സെന്റ് ബോൺസ് എന്ന് പറയുന്ന പുസ്തകത്തിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നിത്യചൈതന്യതിയുടെ ഒരു ചെറിയ പുസ്തകം മൗനമന്ദഹാസം എന്ന പേരിൽ അദ്ദേഹം അതിലൊരു 40ഓളം കഥകൾ 50ഓളം കഥകൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ കിട്ടുന്നതാണ്. തീർച്ചയായിട്ടും ഈ പുസ്തകങ്ങൾ, ഈ സെന്റ് ഫ്ലഷസ് ആൻഡ് സെന്റ് ബോൺസ് നെറ്റിൽ സുലഭമാണ്. നിങ്ങൾ സെന്റ് ഫ്ലഷസ് ആൻഡ് സെന്റ് ബോൺസ് PDF എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ പുസ്തകം കിട്ടും. മൗനമന്ദഹാസം ഒരു കുഞ്ഞു പുസ്തകമാണ്, അതിന് 35 രൂപയേ ഉള്ളൂ. നാരായണ ഗുരുകുലം പബ്ലിക്കേഷൻ വർക്കലയാണ് അത് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ പുസ്തകം കിട്ടും. തീർച്ചയായിട്ടും ഈ കഥകളിലൂടെ പോകണം. ഓരോ കഥയും വായിച്ചതിന് ശേഷം ആ കഥയിൽ മുഴുകിയിരിക്കുക. മറ്റൊന്ന് കഥയുടെ മുന്നോട്ടോ അല്ലാതെ ആ പ്രസന്റിൽ തന്നെ മുഴുകിയിരുന്നു കൊണ്ട് പിന്നെ അത് തരുന്ന ഒരു അറിവിനെ നമ്മളുടെ പിന്നെ വികാരവും ഇന്ദ്രിയാനുഭവങ്ങളും ചിന്തയുമാക്കി മാറ്റുന്ന ഒരവസ്ഥ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അത് കുറച്ചുകൂടി പിന്നെ ആഴത്തിൽ ഈ മൈൻഡ്ഫുൾനെസ്സിനെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും കഥകളുണ്ട്. നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകണോ, അതോ ഞാൻ ഇനി 1-2 കഥകൾ കൂടി പരിശോധിക്കണം? എന്ത് വേണം? സാർ പറഞ്ഞോ. ഈ കണ്ടിന്യൂസ് കഥ കേൾക്കുന്നോണ്ടല്ല പ്രശ്നമുണ്ടോ? ഞാൻ ഈ ഒന്നിന് പിന്നാലെ കഥ പറയുന്നോണ്ട് വല്ല കാര്യമുണ്ടോന്ന് ഞാൻ ചോദിച്ചത്. ഒരു കുഞ്ഞു സംശയം ചോദിക്കട്ടെ സാർ? ജ്ഞാനികളെല്ലാം തന്നെ അവർക്ക് ഒരു നേട്ടം കൈവരിക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് പറഞ്ഞത്. അപ്പം അറിവ് നേടുക എന്നുള്ള ഒരു ജിജ്ഞാസ ഒരാളിൽ ഉണ്ടെങ്കിൽ അത് പ്രശംസിക്കപ്പെടുവാണെങ്കിൽ അത് ഉപേക്ഷിച്ച് നമുക്ക് എങ്ങനെ പോകാൻ സാധിക്കും? അല്ല, ഈ സെൻ ബുദ്ധിസത്തിന്റെ വഴിയാണ് ഞാൻ പറയുന്നത്, നമ്മുടെ വഴിയല്ല. സെൻ ബുദ്ധിസം പിന്നെ ഈ പുസ്തകങ്ങളിലൂടെ കിട്ടുന്ന അറിവുകളെ പിന്നെ ഞാൻ അതൊരു കഥയുണ്ട്, അത് കഥ പറയാം. അപ്പോൾ പിന്നെ ഈ നമ്മുടെ ഭാരതീയ പാരമ്പര്യ കിഴക്കൻ പാരമ്പര്യങ്ങളെല്ലാം തന്നെ ഗുരുക്കന്മാർ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യന്മാരിലൂടെയാണ് ആശയങ്ങളെ പരമ്പരാഗതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, പോന്നിട്ടുള്ളത്. അത് തന്നെയാണ് ധ്യാന ബുദ്ധമതത്തിലും ചെയ്യുന്നത്. പിന്നെ പലപ്പോഴും ഒരു ഗുരുവിന് പിന്നെ അത്ര സമർത്ഥരായ ശിഷ്യന്മാരെ കിട്ടണമെന്നില്ല. അതോടുകൂടി ആ പരമ്പര തന്നെ ഇല്ലാതായി പോകും. അപ്പൊ അവരത് പുസ്തകങ്ങളിൽ എഴുതി ഇങ്ങനെ സൂക്ഷിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഈ ഇങ്ങനെയുള്ള പുസ്തകക്കെട്ടുകളിലോ വമ്പൻ ഇൻഫ്രാസ്ട്രക്ചറുള്ള ആശ്രമങ്ങളിലോ ഒന്നും വിശ്വസിക്കാത്ത ഒരു ധ്യാന ഗുരുവായിരുന്നു ഷോജു. അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പേര് മൂനാൻ എന്നായിരുന്നു. അപ്പോ ഈ ഷോജു അദ്ദേഹത്തിന്റെ ധ്യാനാഭ്യാസ കാലത്ത് ഒരിക്കൽ പോലും ആ ആശ്രമത്തിലുള്ള ഈ വമ്പൻ പുസ്തക ശേഖരത്തിൽ ഒന്നുപോലും വായിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം മറ്റുള്ളവരെക്കാൾ എല്ലാം കൂടുതൽ പ്രബോധവാനായിട്ട് കാണപ്പെട്ടു. ധ്യാന ബുദ്ധമതത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള മൗനത്തെ എന്റെ നിത്യസഖാവായി നേടിയ ആളായിരുന്നു പിന്നെ ഷോജു എന്നാണ് പറയുന്നത്. അപ്പോ ഒരു ദിവസം മൂനാൻ എന്ന് പറയുന്ന ഗുരു, അദ്ദേഹത്തിന് വളരെ വയസ്സായി. ഈ ഷോജു എന്ന് പറയുന്ന അന്നത്തെ യുവാവായിട്ടുള്ള ധ്യാന ഗുരുവിനെ ശിഷ്യനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ഷോജു, വളരെ പ്രായമായി, ഇനി ഞാൻ അധികകാലം ജീവിച്ചിരിക്കുമെന്ന് തോന്നുന്നില്ല. എൻ്റെ കാലശേഷം നമ്മുടെ ഈ മഹത്തായ ജ്ഞാന പാരമ്പര്യം നിലനിർത്തേണ്ടത് നീയാണ്. അതുകൊണ്ട് എൻ്റെയും നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെയും സ്മരണയ്ക്കായിട്ട് ഈ പുസ്തകം വെച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് വളരെ പഴയ ഒരു പുസ്തകം അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുകയാണ്.
ഇത് കഴിഞ്ഞ 7 തലമുറയായിട്ട് ശിഷ്യന്മാർക്ക് അവരവരുടെ ഗുരുക്കന്മാർ അനുഗ്രഹപൂർവം നൽകിയിട്ടുള്ള ഗ്രന്ഥമാണ്. ഇത് ഞാൻ ഇന്ന് എൻ്റെ എല്ലാ ഹൃദയ ആഹ്ലാദത്തോടു കൂടി നിനക്ക് നൽകുന്നു എന്ന് ഗുരു പറഞ്ഞു. ഷോജു പറഞ്ഞു, പ്രിയപ്പെട്ട ഗുരു, ഞാൻ ഒരിക്കൽ പോലും ഒന്നും വായിച്ചിട്ടില്ല, ഒന്നും സൂക്ഷിച്ചിട്ടില്ല, ഒന്നും എഴുതി വെച്ചിട്ടുമില്ല. അങ്ങ് എനിക്ക് നൽകിയ ജ്ഞാനം അങ്ങ് നേരെ എൻ്റെ ഹൃദയത്തിലേക്ക് പകർത്തിയതാണ്. ഈ പുസ്തകം അങ്ങ് അമൂല്യമായി കരുതുന്നത് കൊണ്ട് ഇത് അങ്ങ് കൈവിടരുത്, ഇത് അങ്ങ് തന്നെ വെച്ചേക്കണമെന്ന് ഷോജു പറയുന്നു. അപ്പോ വയസ്സായ മുനാൻ എന്ന് പറയുന്ന ധ്യാനഗുരു പറയുന്നു, നീ പറഞ്ഞത് വളരെ സത്യമാണ്. യഥാർത്ഥ ജ്ഞാനം പുസ്തകത്തിലല്ല ഉള്ളത്. എന്നാലും 7 തലമുറയായിട്ട് നമ്മുടെ ഗുരു പരമ്പരമാർ കൈമാറി വന്ന പുസ്തകമല്ലേ, ഇത് നീ സ്വീകരിക്കാതിരിക്കരുത്. എനിക്ക് വേണ്ടിയെങ്കിലും നീ ഇത് സ്വീകരിക്കണം. ഉപയോഗിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇപ്പോ വാങ്ങിയിട്ട് നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറയുന്നു. ഷോജു ഗുരുവിനെ വന്ദിച്ചിട്ട് ആ പുസ്തകം വാങ്ങുകയാണ്. എന്നിട്ട് അന്ന് മുഴുവനും ഷോജു ആ പുസ്തകം കയ്യിൽ കൊണ്ട് നടന്നു. രാത്രിയിൽ ഗുരുവും ശിഷ്യനും കൂടി, തണുപ്പ് കാലമാണ്, പിന്നെ ആശ്രമത്തെ വെള്ളിയിൽ ഒരു തീക്കുണ്ടം ഉണ്ടാക്കിയിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോ അവര് തമ്മിൽ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഷോജു പുസ്തകത്തിന്റെ കാര്യം ഓർമ്മ വന്നത്. അദ്ദേഹം അപ്പോൾ തന്നെ ആ പുസ്തകം പുറത്തെടുത്തിട്ട് ആളിക്കത്തുന്ന തീയിലോട്ടിട്ട് കളഞ്ഞു. ആ പുസ്തകം മുഴുവൻ കത്തി തീർന്നു. ഇത് ജീവിതത്തിൽ ഒരിക്കൽ പോലും കോപിച്ച് കാണാത്ത മൂനാൻ അദ്ദേഹമാണ് അഗ്നിയിൽ വീണെന്ന് തോന്നി. അത്രമാത്രം അദ്ദേഹത്തിന്റെ ഹൃദയം പൊള്ളിപ്പോയി. അദ്ദേഹം പരിഭ്രാന്തനായിട്ട് വളരെ കോപാകുലനായിട്ട് നിലവിളിച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ വളരെ വളരെ ശാന്തനായിട്ട് ഷോജു തിരിച്ചു ചോദിച്ചു, അങ്ങ് എന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചത്. ഇതാണ് ആ കഥ. അപ്പോ ഇങ്ങനത്തെ നിരവധി കഥകൾ സെൻ ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. പിന്നെ ബോധിധർമ്മൻ ജ്ഞാനപിതാവായ ബോധിധർമ്മൻ ഇവരെ കണ്ട് വർഷങ്ങൾ ചൈനയിൽ നിന്നതിന് ശേഷം തിരിച്ച് ഭാരതത്തിലേക്ക് തിരിച്ചു പോകുന്ന സമയത്തും സമാനമായ ഒരു കഥ നമുക്ക് കാണാൻ കഴിയും. ഇവിടെയൊക്കെ തന്നെ പറയുന്ന എഴുതപ്പെട്ട പുസ്തകങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള അറിവ് ആത്യന്തികമായ അറിവല്ല എന്നാണ് സെൻ ബുദ്ധിസം പറയുന്നത്. നമ്മളിനി നമ്മുടെ സാധാരണ ജീവിതം വെച്ചിട്ട് ഒന്ന് പരിശോധിച്ച് നോക്കിയാലും നമുക്കറിയാൻ കഴിയും, നമ്മൾ എഴുതിയ പുസ്തകത്തിലെ അറിവാണോ, നമ്മൾ സ്വയം അറിയുന്ന അറിവാണോ കൂടുതൽ സത്യത്തോടടുത്തിരിക്കുന്നത്. ഇപ്പൊ സത്യത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മൾ സോക്രട്ടീസിൽ നിന്ന് തുടങ്ങി ഈ പ്ലേറ്റോ അരിസ്റ്റോട്ടിലൂടെയൊക്കെ സത്യത്തെക്കുറിച്ചും സത്യം നിഴലിന്റെ നിഴലാണെന്നും ഒക്കെയുള്ള നമ്മൾ ഒരുപാട് ഫിലോസഫികൾ നമുക്ക് പൗരസ്ത്യ ചിന്തയിലൂടെയും സ്വർണപാത്രം കൊണ്ട് സത്യം മൂടപ്പെട്ടിരിക്കുന്നു എന്നുള്ള നമ്മുടെ ഭാരതീയ സങ്കല്പങ്ങളിലെ സത്യത്തെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. സത്യം തേടിയുള്ള യാത്രയായിരുന്നല്ലോ ഈ പാശ്ചാത്യവും പൗരസ്ത്യവുമായ എല്ലാ ആശയധാരകളും. അവരവരുടെ സത്യം തേടുകയാണ്. ഈ സത്യം, എല്ലാ സത്യവും ഒന്നാണെന്നൊക്കെ നമ്മൾ പറയുന്നത്, എല്ലാ സത്യം അവരവരുടെ സത്യമാണ്, അവരവർ തേടിയ സത്യമാണ്. ഇത് ആണ് ആനി ബസന്റിന്റെ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി കണ്ടെത്തിയ തൃശ്ശിനാപ്പള്ളിയിലെ കുളക്കടവിൽ നിന്ന് കണ്ടെത്തിയ കൃഷ്ണമൂർത്തി. അദ്ദേഹത്തെ ജിതു കൃഷ്ണമൂർത്തിയെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഗുരുവായിട്ട് 18ാമത്തെ വയസ്സിലങ്ങണ്ടാക്കി. ലോകത്തിലെ ഏറ്റവും വലിയൊരു തിയോസഫിക്കൽ സൊസൈറ്റി എന്ന് പറയുന്ന ആത്മീയ പ്രസ്ഥാനത്തിന്റെ നേതാവാക്കിയ മാറ്റിയ മനുഷ്യൻ 27-28 വയസ്സുള്ളപ്പം അത് പിരിച്ചു വിട്ടിട്ട് പറഞ്ഞു, സത്യത്തിലേക്ക് ഒറ്റയിടിപ്പാത പോലും ഇല്ല. അതിനകം ജിതു കൃഷ്ണമൂർത്തി ലോകത്തിറങ്ങിയിട്ടുള്ള എല്ലാ വൈജ്ഞാനിക തത്വചിന്ത പുസ്തകങ്ങളും വായിച്ചു കഴിഞ്ഞ ആളാണ്. എല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ പ്രസ്ഥാനം പിരിച്ചുവിട്ടിരിക്കുന്നു, സത്യത്തിലേക്ക് ഒറ്റയടിപ്പാത പോലും ഇല്ല എന്നാണ്. എന്താണ് സത്യത്തിലേക്ക് ഒറ്റയടിപ്പാത പോലും ഇല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം? ഒരാൾ പോലും ഇതിനു മുമ്പ് നടന്നിട്ടില്ല സത്യത്തിലൂടെ. ഞാൻ സത്യം കണ്ടെത്തി എന്നൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞതൊക്കെ അവരവരുടെ സത്യമാണ്. ഒരുപാട് പ്രവാചകന്മാരും ഋഷിമാരും ഒക്കെ സത്യം കണ്ടെത്തിയതായിട്ട് പറഞ്ഞിട്ടുണ്ട്, പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ അവരവരുടെ സത്യമാണ്. ധ്യാൻ ബുദ്ധിസം പറയുന്നത്
പുസ്തകത്തിലൂടെ ഒരിക്കലും നമുക്ക് സത്യം കണ്ടെത്താൻ കഴിയത്തില്ല. പുസ്തകം ഓരോന്നും അവരവരുടെ സത്യമാണ്. നമ്മൾ തനിയെ കണ്ടെത്തുന്ന സത്യമാണ് യഥാർത്ഥ സത്യം എന്നാണ് പറയുന്നത്. അപ്പം അറിവിലൂടെ നമുക്ക് സത്യം കണ്ടെത്താം എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നത് ആ അറിവുകളെ വെച്ചിട്ട് നമുക്ക് PSC പരീക്ഷ എഴുതിയെടുക്കാം, സിവിൽ സർവീസ് പരീക്ഷ എഴുതിയെടുക്കാം, നമുക്ക് MBBS എഴുതിയെടുക്കാം. അതൊക്കെ ശരിയാണ്. അറിവുകൾ കൊണ്ട് നമുക്ക് അതൊക്കെ ചെയ്യാം. ആ അറിവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാർ ഉണ്ടാക്കാം, ബസ് ഉണ്ടാക്കാം. പക്ഷെ ഇതൊക്കെയാണ് ആത്യന്തികമായ സത്യം എന്ന് നമ്മൾ വിശ്വസിച്ചാൽ അതാണ് സത്യം. പക്ഷെ ഈ പുസ്തകങ്ങളൊക്കെ അപ്പുറത്തുള്ള സ്വയം അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്ന ഒരു സത്യത്തെയാണ് ഈ സെൻ ബുദ്ധിസം എപ്പോഴും ഫോളോ ചെയ്തിട്ടുള്ളത്. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്നാണ് എനിക്ക് തോന്നിയത്. നീണ്ടുപോയോ എന്നെനിക്ക് സംശയമുണ്ട്. മാഡം ചോദിച്ചതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ കഴിഞ്ഞോ എനിക്ക്? ഹലോ. ഗുഡ് ഈവനിങ് സർ. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ എക്സ്പ്ലനേഷൻ. ആക്ച്വലി ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ പോയിട്ട് വരികയായിരുന്നു. സെൻ ബുദ്ധിസത്തിന്റെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തിട്ട്, ബുദ്ധിസം റിവീൽഡ്. അപ്പം ഞങ്ങൾ അത് സെഷൻ അറ്റൻഡ് ചെയ്ത് പോയപ്പോൾ ഞങ്ങളുടെ മനസ്സിലിരുന്നത് ആദ്യമേ ക്രിസ്ത്യാനിറ്റി റിവീൽഡ് ആണ് ചെയ്ത മാസ്റ്റർ ചോക്കോക്സി എന്ന് പറയുന്ന പ്രാണി ഹീലിംഗിലെയാണ്. അപ്പം അത് ക്രിസ്ത്യാനിറ്റി റിവീൽഡിന് ഞങ്ങൾക്ക് ബുക്സ് ഒക്കെ കിട്ടി. സോ അതിനകത്ത് നമ്മൾക്ക് ബൈബിളിലെ പല കാര്യത്തെക്കുറിച്ചും അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് ഞങ്ങൾക്ക് കേൾക്കാനും പറ്റി. എന്നാൽ ബുദ്ധിസം തുടങ്ങിയപ്പോൾ ഞങ്ങളെല്ലാം അതുപോലെ എക്സ്പെക്ട് ചെയ്തു ഒരു ബുക്ക് ഞങ്ങൾക്ക് കിട്ടും, ഞങ്ങൾക്ക് അതിലൂടെ ഈ അറിവിനേക്കാൾ കൂടുതൽ എന്തൊക്കെയോ കൂടുതലായിട്ട് കിട്ടും എന്നുള്ള ഒരു എക്സ്പ്ലെയിനിലാണ് ഞങ്ങൾ പോയത്. അപ്പൊ അന്നേരം ഞാൻ ചോദിച്ച മനസ്സിൽ കിട്ടിയ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ഇപ്പോൾ എനിക്ക് കിട്ടിയത് മറുപടിയായിട്ട്. പുസ്തകത്തിലുള്ളതൊക്കെ ഒന്നുമല്ല, നമ്മൾ അവരവരുടെ സത്യമാണ് അതൊക്കെ എഴുതിയിരിക്കുന്നത്. അതൊരു ശരിക്കുള്ള ഒരു സത്യം തന്നെയാണ്. അപ്പം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മാസ്റ്റർ ചോക്കോക്സിയും ഇങ്ങനെ ഒരു ബുക്സ് എഴുതാതിരുന്നതോ അല്ലെ അതേക്കുറിച്ചോ പറയാതെയോ ഇരുന്നത്. നമ്മൾ സ്വയം കണ്ടെത്തുക എന്നുള്ള ആ ഒരു അനുഭവത്തിൽ മനസ്സിലാക്കുക എന്നുള്ളത് കൊണ്ടായിരിക്കും ആ ബുക്സ് പുള്ളി എഴുതാതിരുന്നത്. കാരണം ഞങ്ങൾ വളരെയധികം ഗുരുക്കന്മാരൊന്നും പുസ്തകം എഴുതിയിട്ടില്ല. എക്സാക്ട്ലി. അപ്പൊ ഞങ്ങളൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോയപ്പോ ഞങ്ങളെല്ലാം എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ് വിൽ ബി ഗെറ്റിംഗ് എ ബുക്ക്. നമുക്ക് ഇതിനെ കുറച്ചുകൂടെ അറിയാൻ പറ്റും, സെന്ന് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇതിൽ എന്തൊക്കെയാണ് എന്നുള്ള കുറെ കൂടെ അറിയാനുള്ള ഒരു ഭയങ്കര ജിജ്ഞാസുക്കളായിട്ടാണ് പോയത് സെഷൻ അറ്റൻഡ് ചെയ്യാൻ. ബട്ട് വെൻ വി റീച്ച് ദ ഡെസർട്ട് ദെയർ ഇസ് നോ ബുക്ക് ഫോർ ദിസ്. അപ്പോഴും ഞാൻ അതെന്താണ് അങ്ങനെ, എന്തുകൊണ്ട് മാസ്റ്റർ എഴുതിയില്ല, പിന്നെ എന്തിനാണ് ബുദ്ധിസം റിവീൽഡ് എന്നൊരു പേരിട്ടത്, എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ 9 to 6 എന്താണ് പഠിക്കുക എന്നൊക്കെയുള്ള പല ചിന്തകളാണ് ഞങ്ങൾ സെഷനിൽ ഇരുന്നത്. പക്ഷെ അതിന്റെ ആൻസർ ഇപ്പൊ ഒരൊറ്റ വാക്കിലൂടെ താങ്കൾ പറഞ്ഞു തന്നു എന്നുള്ളതാണ്. പുസ്തകമല്ല, അതൊക്കെ ഓരോരുത്തരുടെ സത്യങ്ങൾ മാത്രമാണ്. നമ്മൾ തനിയെ കണ്ടെത്തുന്ന ഒരു സത്യമാണ്. അത് നമ്മൾ സ്വയം അനുഭവത്തിലൂടെ മനസ്സിലാക്കേണ്ടതാണ്. അത് റിയലി ഒരു സത്യം തന്നെയാണ്. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് റിയലി എനിക്കൊരു ഐ ഓപ്പണർ ആയിരുന്നു. ഞാൻ അന്വേഷിച്ച് നടന്ന കാര്യത്തിന്റെ ഒരു മറുപടിയാണ് എനിക്ക് സത്യത്തിൽ കിട്ടിയത്. താങ്ക്സ് എ ലോട്ട്. ഓക്കെ മാഡം, താങ്ക് യു. രണ്ട് കാര്യങ്ങളും കൂടെ എൻ്റെ കൂടെ ബന്ധപ്പെടുത്തി പറഞ്ഞോട്ടെ. ഒന്ന് വലിയ പരിക്കില്ലാത്ത കാര്യമാണ്. ആധുനിക ധ്യാന ഗുരുക്കന്മാരിൽ ശ്രദ്ധേയനായിട്ടുള്ള DT സുസുക്കിയുടെ പുസ്തകങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള പുസ്തകങ്ങൾ. ഇൻട്രൊഡക്ഷൻ ടു സെൻ ബുദ്ധിസം എന്ന് പറഞ്ഞാൽ 1939 അദ്ദേഹം യൂറോപ്പിലും അമേരിക്കയിലും പുസ്തകം ഇറക്കി. ആ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്ന മനുഷ്യൻ കാൾ യുങ് ആണ്. നമ്മുടെ ആധുനിക സൈക്കോളജിയുടെ ഏറ്റവും തലതൊട്ടപ്പന്മാരിൽ ഒരാളായ കാൾ യുങ് ആണ് എഴുതിയിരിക്കുന്നത്. അത് അദ്ദേഹം സെൻ ബുദ്ധിസത്തെ കുറിച്ച് വളരെ വാചാലനായിട്ടാണ് ആ ഫോർവേഡിൽ സംസാരിക്കുന്നത്. ഇനി പറഞ്ഞാൽ അപരാധമായി പോകുന്നെങ്കിലും വളരെ അക്കാഡമിക് ആയിട്ടുള്ള എൻ്റെ ഒരു നിരീക്ഷണം പറയുന്നു. ഞാൻ ഒരു ഹൈപ്പോത്തിസിസ് മാത്രമായിട്ട് എടുത്താൽ മതി. ഈ പുസ്തകം എന്ന് പറയുന്ന കൺസെപ്റ്റ് എബ്രഹാമിക് മതങ്ങളുടേതാണ്. പഴയ നിയമം, പുതിയ നിയമം, ഖുറാൻ എന്നൊക്കെ. ഇന്ത്യയിൽ അങ്ങനെ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് ഒരു പ്രാമാണിക പുസ്തകമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സ്വാധീനത്തിൽ നിന്നാണ്, അതായത് ഈ എബ്രഹാമിക് മതങ്ങളുടെ സ്വാധീനത്തിൽ നിന്നാണ് 9ാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് ബുദ്ധൻ പുസ്തകം എഴുതിയിട്ടില്ല. ബുദ്ധന്റെ ധർമ്മപദമൊന്നും ബുദ്ധന്റേതല്ല, ബുദ്ധന്റേതാണ്. ബൈബിൾ ക്രിസ്തുവിന്റെ അല്ലാത്തതുപോലെ ധർമ്മപദം ബുദ്ധന്റേതുമല്ല. അതിനുശേഷം അദ്ദേഹത്തിന്റെ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ട പുസ്തകമാണ്. ഈ ഖുറാനെയും ബൈബിളിനെയും തോറ ഇതിനെയൊക്കെ വെച്ചിട്ട് ഇതുപോലൊരു പുസ്തകം നമുക്ക് വേണമെന്ന്
അർത്ഥത്തിലാണ് പിന്നെ ശങ്കരാചാര്യർ നമ്മുടെ പുസ്തകം മഹാഭാരതവും രാമായണം പോലുള്ള സാഹിത്യ ഗ്രന്ഥങ്ങളാണല്ലോ. അപ്പോൾ മഹാഭാരതത്തിന്റെ ഒരു അധ്യായം എടുത്തിട്ട് ഭഗവത്ഗീത എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ടാക്കുകയും അത് ഹിന്ദു മതത്തിന്റെ വൈജ്ഞാനിക തത്വചിന്താ പുസ്തകം നമ്മൾ എല്ലാം അതിനകത്തുണ്ട്, അതിനില്ലാത്തതായിട്ട് ഒന്നുമില്ല പറഞ്ഞ് ഭഗവത്ഗീത അവതരിപ്പിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അത് പിന്നെ ഒരു എന്താണ് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഭഗവത്ഗീത എന്താണോ വ്യാസൻ പറയാൻ ശ്രമിച്ചത് അത് ഭഗവത്ഗീത മാത്രം വായിച്ചുകൊണ്ട് നമുക്ക് കിട്ടും. അതിന് നമുക്കൊരു പുസ്തകം വേണമെന്നുള്ളൊരു ശാഠ്യത്തിൽ നിന്നാണ് ഭഗവത്ഗീത ഉണ്ടായത്. യഥാർത്ഥത്തിൽ മഹാഭാരതം മുഴുവൻ വായിക്കണം. നമ്മൾക്ക് ഭഗവത്ഗീത എന്താണൊക്കെ തോന്നും. റഷ്യയിൽ ഒരു 15 വർഷത്തിന് മുമ്പ് റഷ്യയിൽ ഭഗവത്ഗീത നിരോധിച്ചു. അതിന് കാരണമായിട്ട് അവർ പറഞ്ഞത് ഇത് പുസ്തകം ഹിംസയെ പ്രോത്സാഹിപ്പിക്കുകയാണ്, ഇത് കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന പുസ്തകമാണെന്ന്. നമുക്കത് കേട്ടാൽ നമ്മൾ അവരെ കൊല്ലും. കാരണം അങ്ങനെ പറഞ്ഞുകൂടെ ഒരിക്കലും. കാരണം മഹാത്മാഗാന്ധി ഇതിനെ എടുത്തു വെച്ചിട്ടാണ് എന്ത് പറഞ്ഞത്, ഇത് അഹിംസയെ കുറിച്ചുള്ള, അഹിംസ എന്ന് പറയുന്ന സാധനം ഭഗവത്ഗീതയില്ല. അഹിംസ കാണണമെങ്കിൽ നമ്മൾ മഹാഭാരതം വായിക്കണം. കാരണം കൃഷ്ണന്റെ ഈ പിന്നെ പ്രബോധനങ്ങൾ മുഴുവൻ നിഷ്ഫലമായി പോയിക്കൊണ്ട് ഒടുവിൽ കൃഷ്ണൻ ഗാന്ധാരിയുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഗാന്ധാരി പറയുന്നു, കൃഷ്ണ എവിടെ, യുദ്ധം എല്ലാം കഴിഞ്ഞ് ലക്ഷക്കണക്കിന് പേര് അപ്പുറം ഇപ്പുറം 18 അക്ഷൗണികളും ചത്ത് മലന്ന് കിടക്കുമ്പോൾ ഗാന്ധാരി കൃഷ്ണനെ നോക്കിയിട്ട് പറയുന്നു, കൃഷ്ണ ഈ കൊലപാതകങ്ങൾക്കെല്ലാം ഉത്തരവാദി നീയാണ്, അതുകൊണ്ട് നീയും നിന്റെ കുലവും പന്തിരാണ്ട് ചെല്ലുമ്പോൾ മുടിഞ്ഞു പോട്ടെ എന്ന് ഗാന്ധാരി ശപിക്കുന്നു. അപ്പോൾ കൃഷ്ണൻ പറയുന്നു, അമ്മേ അങ്ങനെ തന്നെയാണ് സംഭവിക്കേണ്ടതെന്ന്. അതായത് താൻ ഇത്രമാത്രം മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് നടത്തിയ യുദ്ധം എത്രമാത്രം ദാരുണമായി അവസാനിച്ചിരിക്കുന്നെന്ന് ഭഗവാൻ കൃഷ്ണന് പോലും ബോധ്യമായിട്ട് കൃഷ്ണൻ പറയുകയാണ്, അമ്മേ അങ്ങനെ തന്നെയാണ് നടക്കേണ്ടതെന്ന്. അപ്പോ എങ്ങനെയാണ് ഈ ഭഗവത്ഗീത നമ്മുടെ തത്വചിന്തയുടെ അടിസ്ഥാനമായി മാറുന്നത്? നമ്മുടെ തത്വചിന്തയുടെ അടിസ്ഥാനം മഹാഭാരതമാണ്. എല്ലാ യുദ്ധങ്ങളും സർവനാശമാണ് ഉണ്ടാക്കുന്നതെന്നും സഹോദരന്മാർ തമ്മിൽ വെട്ടിമരിക്കുന്നത് നിഷ്ഫലമാണെന്നും ആ സിംഹാസനത്തിൽ ഇരിപ്പുറയ്ക്കാതെ പിന്നെ യുധിഷ്ഠിരനും സഹോദരങ്ങളും പിന്നെ ഹിമാലയത്തിലേക്ക് നടന്നുപോയി ഒരുതരം ആത്മീയമായ ആത്മഹത്യ നടത്തുകയാണ് മഹാഭാരതത്തിന്റെ ഒടുവിൽ. അതിന് വ്യാസൻ കൊടുത്തിരിക്കുന്ന വളരെ മനോഹരമായ പേര് ജയം എന്നായിരുന്നു, മഹാഭാരതം എന്നായിരുന്നില്ല. കാരണം ആര് ജയിച്ചു ആര് തോറ്റു മഹാഭാരത യുദ്ധത്തിൽ എന്നാണ്. അപ്പോൾ നമ്മൾ കാണുന്ന പുസ്തകങ്ങളൊന്നും നമ്മളെ സത്യമല്ല പഠിപ്പിക്കുന്നത്. ഭഗവത്ഗീത എന്ന് പറയുന്ന പുസ്തകം എടുത്തു വെച്ചിട്ട് നമ്മൾ തത്വചിന്ത എന്ന് പറയുമ്പോൾ അതല്ല തത്വചിന്ത. തത്വചിന്ത മഹാഭാരതമാണ്, ജീവിതമാണ് ആ തത്വചിന്തയായിട്ട് വ്യാസൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ മുൻവിധിയോടുകൂടിയാണ് ഈ ജ്ഞാനത്തെ കാണുന്നത്. ഈ വിജ്ഞാനവും ജ്ഞാനവും എല്ലാം തന്നെ നമ്മളെ ഒരിക്കലും സത്യത്തിലേക്കല്ല നയിക്കുന്നതെന്ന് നമുക്ക് ഈ മഹാഭാരതത്തിന്റെ ഉദാഹരണത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. കാരണം പുസ്തകം നമുക്ക് വേണ്ടത് മൂർത്ത രൂപങ്ങളാണ്, എല്ലാത്തിന്റെയും മൂർത്ത രൂപം, സത്യത്തിന്റെ ക്യാപ്സ്യൂളുകളാണ് നമുക്ക് ആവശ്യം. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ദൈവസങ്കല്പങ്ങൾ പോലും നമ്മുടെ അധാർമികതകളിൽ നിന്ന് രക്ഷിക്കുന്ന സങ്കല്പങ്ങളായിട്ടാണ് മാറിയിട്ടുള്ളത്. ആ സത്യാന്വേഷണം ഒരിക്കലും അതല്ല എന്ന് തന്നെയാണ് കൃഷ്ണമൂർത്തി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പുസ്തകത്തിനപ്പുറത്തേക്ക് നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഇതുവരെയുള്ള ഭാരങ്ങളെയെല്ലാം ഒഴിച്ചു നിർത്തിയിട്ട് അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നാണ് സത്യമെന്നാണ് ധ്യാനബുദ്ധിസം പറയുന്നത്. ഞാൻ എന്തെങ്കിലും അപരാധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഇതെന്റെ മാത്രം ഒരു ചിന്തയാണ് പറഞ്ഞത്. എല്ലാരും പോയോ? സാർ ഇങ്ങനെ ശരിക്കും തരിച്ചിരിക്കുകയാണ്. എന്താ ഇത് ശരിക്കും ചേർത്ത് വായിക്കാമോ? അതായത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെയുള്ളൊരു പാത ഗുരു നമുക്ക് കാണിച്ചു തരുന്നു. എന്നാൽ ആ പാതയിലൂടെ ഗുരു നടന്നിട്ടുണ്ട്, ഗുരു കുറെ കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്കും അത് അനുഭവിക്കണമെങ്കിൽ നമ്മൾ സ്വയം നടക്കണം. ഒന്നും പറഞ്ഞു തരില്ല അതിലെ കാഴ്ചകൾ, കേൾവികൾ. ഉള്ളിലേക്ക് നമ്മൾ തന്നെ സ്വയം യാത്ര ചെയ്യുമ്പോഴാണ് അറിവിലേക്ക് എത്തിച്ചേരുന്നതെന്നാണോ ചുരുക്കി പറഞ്ഞാൽ? മാഡം ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് കാര്യം.
അതായത് ഞാൻ ഈ 1.5 മണിക്കൂർ ഇരുന്ന് പഞ്ചസാരയുടെ മധുരത്തെക്കുറിച്ച് സംസാരിക്കാം, വാചാലനായി സംസാരിക്കാം. എന്നാൽ നിങ്ങളിൽ ആർക്കെങ്കിലും പഞ്ചസാരയുടെ മധുരം അറിയാൻ കഴിയുമോ? അതിന് ഒരൊറ്റ നിമിഷം അതെടുത്ത് നാവിലോട്ട് വെക്കുമ്പോൾ നമ്മൾ അറിയുന്നതാണ് പഞ്ചസാരയുടെ മധുരം. ഞാൻ ചിക്കൻ ബിരിയാണിയെ കുറിച്ച് 1.5 എഴുതിയിട്ട് എന്ത് കാര്യമാണുള്ളത്? നമ്മൾ ചിക്കൻ ബിരിയാണി കഴിക്കുമ്പോഴല്ലേ അതിന്റെ നമുക്ക് ചിക്കൻ ബിരിയാണി എന്തെന്ന് മനസ്സിലാവും. നമ്മൾ 3000 പേജുള്ള പുസ്തകത്തിൽ ചിക്കൻ ബിരിയാണിയെ കുറിച്ച് വായിക്കുന്നതും നമ്മൾ പോയിട്ട് 100 രൂപ കൊടുത്തൊരു ചിക്കൻ ബിരിയാണി വാങ്ങിച്ച് കഴിക്കുന്നതും തമ്മിൽ രണ്ടല്ലേ? ഇത്രയേ ഉള്ളല്ലേ വ്യത്യാസം. ഓക്കെ ആണെന്നാണോ ഞാൻ പറഞ്ഞത്? തീർച്ചയായും മനോഹരമായ ഉദാഹരണമാണ് സാർ. സാറേ 9:55 എന്ത് വേണം? ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം സർ. ഒരു കഥ പറഞ്ഞ് അവസാനിപ്പിക്കല്ലേ? ഇപ്പോ ഓക്കെ 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 ഒരു കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നമ്മൾ ഈ ഗുരുക്കന്മാര് പറയുന്ന എല്ലാത്തിനും ഇല്ലാത്ത അർത്ഥങ്ങൾ കൊടുത്ത് വ്യാഖ്യാനിച്ച്, ഇപ്പൊ വ്യാഖ്യാനങ്ങളുടെ കാലമാണല്ലോ, അങ്ങനെ അവര് പോലും മനസ്സിൽ കാണാത്ത കാര്യം ഇലക്ട്രിസിറ്റിയെ കുറിച്ചൊക്കെ പിന്നെ 3000 വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വളരെയധികം ഭയങ്കര ആത്മാഭിമാനം കൊള്ളുന്ന കാലഘട്ടമാണിത്. അപ്പോ ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നമുക്കൊരു കഥ പരിശോധിക്കാം. പിന്നെ ഇങ്ങനെയുള്ള ശീലം പണ്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരിക്കലും ഒരു ധ്യാന ഗുരുവിന് 2 ശിഷ്യന്മാരുണ്ടായിരുന്നു. രണ്ടുപേരും ഒരിക്കൽ പച്ചക്കറി ഒരു ചന്തയിലേക്ക് പോയ വഴിക്ക് കണ്ടുമുട്ടി. അപ്പോ ഒന്നാമത്തെ ശിഷ്യൻ രണ്ടാമത്തെ ആളോട് ചോദിച്ചു, നീ എങ്ങോട്ടാണ് സ്നേഹിത പോകുന്നതെന്ന് ചോദിച്ചു. അപ്പൊ രണ്ടാമത്തവൻ പറഞ്ഞു, കാലുകൊണ്ട് പോകുന്ന ദിക്കിലേക്ക് പോകുന്നു. അതോടുകൂടി ഒന്നാമത്തെ ആകെ കൺഫ്യൂഷനായി. ഇവൻ എന്തോ ഭയങ്കര ആന്തരിക അർത്ഥം വെച്ചിട്ടാണല്ലോ സംസാരിച്ചിരിക്കുന്നത്, എനിക്കത് മനസ്സിലാവുന്നില്ലല്ലോ. അദ്ദേഹം അന്ന് മുഴുവൻ ആലോചിച്ചിട്ടും ഒരു പിടുത്തം കിട്ടില്ല. അപ്പോ ഈ ശിഷ്യൻ വന്ന് ഗുരുവിനോട് പറഞ്ഞു, ഗുരു, ഞാൻ അവൻ എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ ഭയങ്കര താത്വികമായ ഒരു ഉത്തരവാണ് പറഞ്ഞത്, കാലുകൊണ്ട് പോകുന്ന ദിക്കിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. അതെന്താണ് അർത്ഥം എന്ന് ചോദിച്ചു. അപ്പൊ ഗുരു അവന് ഒരു ഉപദേശം കൊടുത്തു, ഇനി നീ അവനെ കാണുമ്പോൾ ഈ ചോദ്യം തന്നെ ആവർത്തിച്ച് ചോദിക്കണം. അപ്പോഴും അവൻ പറയാണ്, എനിക്ക് കാലുകൊണ്ട് പോകുന്ന ദിക്കിലേക്ക് പോകുന്നെന്ന് ചോദിച്ചാൽ ഈ കാലില്ലെങ്കിൽ എവിടെ പോകുമെന്ന് ചോദിക്കണം. അവന് ഉത്തരം കിട്ടി. അവൻ അത് പിറ്റേന്ന് നേരം വെളുക്കാൻ വേണ്ടി കാത്തിരുന്നു. പിറ്റേന്നും അവൻ ചന്തയിൽ പോയിട്ട് കൂട്ടുകാരൻ പോകുന്ന വഴി കാത്തിരുന്നു. അപ്പോ ഒന്നാമത്തവൻ ചോദിച്ചു, എങ്ങോട്ടാണ് ചങ്ങാതി നീ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പൊ രണ്ടാമത്തവൻ പറഞ്ഞ്, കാറ്റ് വീശുന്ന വഴിക്കാ പോകുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടോടുകൂടി ഭയങ്കര തോറ്റ ഒരു പ്രതീതിയായി ഈ ആദ്യത്തെ ശിഷ്യന്. അത് അതിന്റെ ആന്തരിക അർത്ഥം എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അന്നും ഗുരുവിന്റെ അടുത്ത് വന്നിട്ട് ശിഷ്യൻ ഇത് കാര്യം പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞു, നാളെയും നീ ഇതേപോലെ തന്നെ ചോദിക്കണം. അപ്പോഴും അവൻ ഉത്തരം പറയാണ്, കാറ്റില്ലെങ്കിൽ എവിടെ പോവാണ്, കാറ്റുള്ള ദിക്കിലേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ നീ ചോദിക്കണം, കാറ്റില്ലെങ്കിൽ എവിടെ പോകുന്നെന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 3-ാമത്തെ ദിവസം ഈ ശിഷ്യൻ അവിടെ നിന്നു. അവന്റെ ചങ്ങാതി എതിരെ വന്നു. അവൻ ചോദിച്ചു, എങ്ങോട്ട് പോകുന്നു ചങ്ങാതി ചോദിച്ചു. അപ്പോ മറ്റു ശിഷ്യൻ പറഞ്ഞു, ഞാൻ ചന്തയിൽ പച്ചക്കറി വാങ്ങാൻ പോവാണെന്ന് പറഞ്ഞു. സത്യത്തില് ഇപ്പോഴാണ് പൂർണ്ണമായിട്ടും നമ്മുടെ ആദ്യ ശിഷ്യൻ പരാജയപ്പെട്ടത്. ഇതാണ് പലപ്പോഴും നമ്മൾ ഈ ഇല്ലാത്ത ആന്തരിക അർത്ഥങ്ങൾ അന്വേഷിക്കുന്നു. പുസ്തകങ്ങളുടെയൊക്കെ ഒരു പ്രധാന പ്രശ്നം ഇതാണ്. നമ്മൾ അതിന് കാലാകാലങ്ങളിലായി ഓരോ കാലത്തിൻ്റെതായ അർത്ഥങ്ങൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞാൽ പോലും നമ്മൾ അതിന്റെ അന്വയങ്ങളിലൂടെ അർത്ഥം കണ്ടെത്തുവാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. ഇത് പറയുമ്പോൾ എനിക്ക് ഈ ധ്യാനബുദ്ധ കഥയൊന്നും ഇല്ലാതെ ഒരു പഞ്ചാബി കഥയുണ്ട്. ഇത് ധ്യാനബുദ്ധ കഥകൾ മാത്രം കേട്ടാൽ പോരല്ലേ. ഇതേ ആശയം വരുന്ന ഒരു പഞ്ചാബി, ഈ പഞ്ചാബികളെ കളിയാക്കിക്കൊണ്ട് ഒരുപാട് കഥകൾ ഉണ്ടായിട്ടുണ്ട്. അവർ മണ്ടന്മാരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കഥകൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഒരു പഞ്ചാബി അദ്ദേഹത്തിന്റെ കേരള സുഹൃത്തുക്കളോടൊപ്പം കേരളത്തിലേക്ക് വന്നു. അപ്പൊ കേരളത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് വൈകുന്നേരമായപ്പോൾ കൂട്ടുകാരൻ ഈ പഞ്ചാബി സുഹൃത്തിനെയും വിളിച്ചുകൊണ്ട് പുറത്തോട്ട് പോയി.
അവന്റെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ പോയി തട്ടുദോശക്കടയിൽ. അപ്പോൾ ഒരാള് പിന്നെ ഈ പഞ്ചാബിയോട് ചോദിച്ചു, സർദാർജിയോട് ചോദിച്ചു, നിനക്ക് വെറും വയറ്റിൽ എത്ര ദോശ കഴിക്കാൻ ചോദിച്ചു. അപ്പോ ഈ സർദാർജി പറഞ്ഞു, ഞാൻ 32 ദോശ കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞെങ്കിൽ കഴിച്ചോളാൻ പറഞ്ഞു, പന്തയം വെച്ചിട്ട് കഴിക്കാൻ പറഞ്ഞു. അപ്പോ ഈ സർദാർജി ആദ്യത്തെ ദോശ കഴിച്ചപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ കൈകൊട്ടി ചിരിച്ചിട്ട് പറഞ്ഞു, തോറ്റുപോയി, നീ വെറും വയറ്റിലല്ലല്ലോ രണ്ടാമത്തെ ദോശ കഴിക്കുന്നത്. അപ്പം വെറും വയറ്റില് 32 ദോശ കഴിക്കുമെന്ന് പറഞ്ഞത് തോറ്റുപോയി എന്ന് പറഞ്ഞു. സർദാർജിക്ക് ഭയങ്കര നാണക്കേടായി തോറ്റുപോയാൽ. പക്ഷെ പുള്ളിക്ക് പഞ്ചാബിലുള്ള തന്റെ കൂട്ടുകാരെ പറ്റിക്കാനുള്ള ഒരു വലിയൊരു ഐഡിയ ആണ് കിട്ടിയത്. അപ്പോ 3-4 ദിവസം നിൽക്കാൻ വേണ്ടിയാണ് സർദാർജി ഇവിടെ വന്നത്. പക്ഷെ പിറ്റേന്നത്തെ ട്രെയിനിൽ തന്നെ കയറി സർദാർജി തിരിച്ച് പഞ്ചാബിലേക്ക് പോയിട്ട് ചെന്ന ഉടനെ തന്നെ കൂട്ടുകാരെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഒരു ഉഗ്രൻ ഒരു തമാശയുണ്ട്, ഞാൻ പറയാം. നിങ്ങൾക്ക് വെറും വയറ്റിൽ എത്ര ദോശ കഴിക്കാൻ കഴിയുന്നു? ഒരുത്തൻ പറഞ്ഞു 16 ദോശയാണ്. അപ്പൊ ഈ സർദാർജി പറഞ്ഞു, 32 എന്ന് പറഞ്ഞെങ്കിൽ ഒരു തമാശ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എനിക്കിതുപോലെയാണ് ഈ ധ്യാനബുദ്ധ കഥ തോന്നിയത്. കാരണം നമ്മളീ കാണാതെ പഠിച്ച് ആണ് തമാശയായാലും ശരി, പിന്നെ തത്വചിന്തയായാലും ശരി, നമ്മളെ ഇതിനെ അതിന്റെ ശരിയായ അർത്ഥത്തിലായിരിക്കില്ല പലരും ഉൾക്കൊള്ളുന്നതെന്നാണ് എനിക്ക് വലിയ തത്വചിന്താപരമായ ഒരു കഥയായിട്ടാണ് ഈ പഞ്ചാബി ഈ സർദാർജി കഥ പോലും തോന്നിയിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തെ കുറിച്ച് വളരെ നമുക്കൊരു എന്താ കണ്ണുറപ്പിക്കുന്ന കഥകളാണല്ലോ അതിനകത്ത് ശരിയായ തത്വചിന്ത എന്തോ. അപ്പൊ കഥ സമയം കഴിഞ്ഞു, 10 മണി കഴിഞ്ഞു. ഞാൻ നിർത്തുന്നു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കേൾക്കാം. താങ്ക് യു. താങ്ക് യു സർ. ഒരു മിതത്വം ഉണ്ടാകണമെന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആശയം. എങ്കിലും കൂടുതൽ കഥകൾ കേൾക്കാനുള്ള ഒരു ആർത്തി തോന്നുന്നുണ്ട്. നമുക്ക് വേറൊരു അവസരത്തിൽ തുടരാം. എല്ലാവർക്കും ശുഭരാത്രി. Thank you so much. Good night. Thank you, sir. Thank you very much. Thank you so much. Thank you, Sir. sir.